മടക്കിയിട് അങ്ങനെയല്ല അടക്കി കിട്ടാൻ മറിക്കണം ും അഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോ കരുണയോടെ നിർത്തണമേ നല്ലവരൊത്തു വലമ്പാകെ അവന്റെ സന്തോഷത്തിലവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർന്നു കാകളനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവനുദിക്കുന്നു. പ്രഭയുടെ നാട്ടിൽ ചേർത്താവേന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാവങ്ങളെ മായ്ച്ചുകളയുകയും ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗകമാം വിശ്വാസമോടെ ദാസന്റെയും വിലയന്നാഥ തിരുസന്നിധിയിൽ പൂർവന്മാരാം ശ്രീഹരുമൊരു പോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗകമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിൽ സ്തുതി. ഞാൻ വിളിക്കുന്നു കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ പൂർണ്ണമായ രക്ഷയും ലോകരാകുന്നു. ഇസ്രായേൽ നിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഭിനയമായ കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. നാഥനും ദൈവയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാഥനെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സുഖരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും എല്ലാ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും.
പരിശുദ്ധന്മാരേ, കൃപയും മോചനവും ഞങ്ങൾ ഈ അല്ലാതെ ആയിരിക്കാത്ത ഇതിന്റെ നാമത്തെ മുഴുവന്റെ പാവങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർദ്ദനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ മർദ്ദനെ, ഞങ്ങൾ പാവങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരിച്ചെത്തുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ഈ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചകളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർദ്ദനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവനായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ഈ ആത്മാവിനെ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർദ്ദനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും വിശ്വസിക്കുന്നു. ആമേൻ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. എനിക്കപ്പെട്ടവരാകുന്നു നന്മറിഞ്ഞ മറിയമേ, സുസ്ഥിതി കർത്താവിന്റെ രഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ചോര വീരത്തിൽ വന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനെ അങ്ങേ തിരുമനസ്സുകളെ പോലെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിലെ നാഥനും പിതാവുതനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്റെ കർത്താവിനെ പ്രവർത്തിക്കും മഹിമയോടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയും. ആകാശവും ജലാവുന്നു, ആകാശവുമേ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന് സന്തോഷത്തിനവരാന്തിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വരാരും പിന്നെ വിളങ്ങും ശബ്ദമകനീയമായ നീതി പരിപാലിക്കണമേ. ഉദ്ധാനം പ്രദേശത്ത് മരണമടഞ്ഞവരെ മഹിമയോടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുതനും പരിശുദ്ധാത്മാവുമായി സർവ്വ ലോകാർത്ഥന് സജ്ജമാണ്. സ്വരായിലെ ഞങ്ങളുടെ സഹോദരനെ സ്വീകരിക്കണമേ.
ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും ഒരു കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വൈദികരെ, സിസ്റ്റർമാരെ, ആദ്യമേ തന്നെ ഫ്രാൻസിസ് അച്ഛനും കുടുംബാംഗങ്ങൾക്കും അവരിൽ വേർപിരിഞ്ഞു പോയ പിതാവിൻ്റെ വേർപാടിലുള്ള അനുശോചനം ഞങ്ങൾ പ്രാർത്ഥനയോടെ നേരുകയാണ്. വളരെയധികം കഷ്ടപ്രത്യേകമായിട്ട് ആത്മശാന്തി നേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവ് പ്രവർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ ആരാധിച്ചു വണങ്ങുന്നു വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. വീഴുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അന്ത്യമിഴാത്തോരവികലബോധം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ചു. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വലിയ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോക ആരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണം. അറിയാതെയും നിന്റെ ദാസൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും മോചനം നൽകി കരങ്ങൾ
ഞങ്ങളുടെ കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാണ് നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിചയയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമെന്നവൻ അഭയം നീ നൽകണമേ. മൃതനായ അവന്റെ സന്തോഷത്തിൽ വരാനന്ദിക്കും കർത്താവേ. വിശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കും. പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യ മുതലും നീക്കുവാമേ തെളിവായി എന്നുടെ നാഥാമി. ഇരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമെൻ പാപങ്ങൾ. ഉന്നതൃപനാം മിശിഹാനാഥ വചനമോടുളരാൻ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും വചനമോടുളരാൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. ആശബ്ദമകനീയമായ നീക്കവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോടുകൂടി അനുഗ്രഹിക്കണമേ. നാദാകാരുണ്യമായി പോടി നോക്കൂ. ഒന്നു പോയെങ്കിൽ സർവം പൊറുക്കണേ നാഥാ. നിന്റെ കാരുണ്യം അളവറ്റതല്ലോ. സ്വർഗകവാടം തുറക്കൂ നാഥാ. കാരുണ്യമായി പോടി നോക്കൂ. നിൻവിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി. ഈ ജനത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഞങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചെയ്യുന്നു. അതിനുള്ള സ്ഥലവും അജ്ഞാതമായി തീരുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. ആശ്രയം എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാവുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവരേവരും സ്തുത്യർഹരമാകുന്നു. ആദ്യപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും.
നാം ഇന്നും കർത്താവിന്റെ കൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാകുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഫ്രാൻസിസ് അച്ച, പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ചമ്പക്കര തൊമ്മനപ്പാപ്പനെ സ്നേഹിക്കുകയും അന്ത്യയാത്ര പറയുവാനായിട്ട് എത്തിയിരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് സുനിശ്ചിതമായ ഒരു കർമ്മത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. ദീർഘകാലം ഈ ലോകത്തിൽ ജീവിച്ച് ഇവിടെ തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് തമ്പുരാന്റെ വിളി സ്വീകരിച്ച് തൊമ്മനപ്പാപ്പൻ ഇപ്പോൾ ദൈവത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ ശവമഞ്ചത്തിൽ കിടക്കുന്ന ഈ മൃതദേഹത്തെ നോക്കിയാല് നമുക്കറിയാം, ഇനി ഒന്നും ഈ ശരീരത്തിൽ നിന്നും എടുക്കാനില്ല. തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെ അധ്വാനിച്ച് തനിക്ക് വേണ്ടതും തന്റെ കുടുംബത്തിന് വേണ്ടതും എല്ലാം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു വലിയ മനുഷ്യന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവം അദ്ദേഹത്തിന് ഏൽപ്പിച്ചുവിട്ട കുടുംബജീവിതം എന്ന ദൈവവിളി വളരെ വിശ്വസ്തയോടും കൃത്യതയോടും കൂടി നിർവഹിക്കുകയും 8 മക്കൾക്ക് ജന്മം നൽകുകയും അവരെ വളർത്തി വലുതാക്കുകയും ചെയ്തു. തന്റെ മക്കളൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നത് കണ്ട് സന്തോഷിച്ച് ആനന്ദത്തോടു കൂടിയാണ് തൊമ്മനപ്പാപ്പൻ ഇന്ന് നമ്മളിൽ നിന്നും യാത്രയാവുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം തന്നെയാണ്. എനിക്ക് ആവശ്യമുള്ളതൊന്നും മറ്റുള്ളവരുടെ, അത് മക്കളുടെ ആണെങ്കിൽ പോലും ഔദാര്യത്താൽ വേണ്ട എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റവും അത് ജീവിതത്തില് കാണിച്ചു കൊടുക്കാനുള്ള തന്റെ ഇടവും ഇദ്ദേഹം കാണിച്ചിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, പള്ളിയില് ഉൽപ്പന്ന പിരിവിന് സാധനങ്ങൾ ലേലം ചെയ്യുമ്പോൾ വളരെ ഉത്സാഹത്തോടു കൂടി അതിൽ പങ്കെടുത്തിരുന്ന തൊമ്മനപ്പാപ്പനെ തന്റെ പ്രായാധികം ഒന്നും വകവയ്ക്കാതെ എന്ത് കാര്യത്തിലും തനിക്ക് തന്റേതായിട്ടുള്ള ഒരു അഭിപ്രായവും തീരുമാനവും ഉണ്ടെന്നും ആര് വിചാരിച്ചാലും അതിന് മാറ്റമുണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുമുള്ള ഒരു ദൃഢനിശ്ചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുകയും പിന്നീട് അത് വൈകിപ്പിക്കുകയോ അതിനെ
ഇല്ലാതാക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ലോകത്തിലാണ്. കണക്കുകൂട്ടലുകൾ കൂടാതെ തീരുമാനമെടുക്കാനും കാരണം കൂടാതെ അവയെ ഉപേക്ഷിക്കാനും വ്യഗ്രതപ്പെടുന്ന ഒരു ലോകത്തില് ദൃഢനിശ്ചയത്തോടു കൂടി കാര്യങ്ങൾ തീരുമാനിക്കുവാനും തീരുമാനിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുക എന്നുള്ളത് ഒരു വലിയ പുണ്യം തന്നെയാണ്. ത്തിന്റെ ഓർമ്മയാണ് വരിക. ഇന്ന് സ്നാപക യോഹന്നാന്റെ ജനനത്തില് സ്നാപക യോഹന്നാനെ കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങള്, സ്നാപക യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങള്, എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് കഠിന വ്രതക്കാരനായ സ്നാപക യോഹന്നാൻ പറഞ്ഞ, അതുപോലെ തന്നെ തന്റെ ജീവിതത്തില് നിശ്ചയദാർഢ്യത്തോടു കൂടി കുറെ കാര്യങ്ങൾ ചെയ്ത് ഇനി തന്റെ പിന്നാലെ വരുന്ന തന്റെ അടുത്ത തലമുറ തന്നേക്കാൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്ന് ബോധ്യത്തോടു കൂടി ജീവിച്ച ആളായിരുന്നു തൊമ്മനപ്പാപ്പൻ. അദ്ദേഹത്തിന്റെ ആ ബോധ്യം ശരിയുമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിലുമൊക്കെ വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തില് ദൈവത്തെ മറന്ന് ജീവിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അപ്പാപ്പന്റെ നിര്യാണത്തില് അദ്ദേഹത്തിന്റെ മക്കളായ ജോയി ചേട്ടനും സൈമൻ ചേട്ടനും ലില്ലി ചേച്ചിക്കും രാജു ചേട്ടനും ഫ്രാൻസിസ് അച്ഛനും ചാക്കോയ്ക്കും ബിജുവിനും മിനിക്കും ഇവരുടെ ജീവിത പങ്കാളികൾക്കും മക്കൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. നമുക്ക് ഈ അപ്പാപ്പന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അന്ത്യകർമ്മങ്ങളിൽ തുടർന്നും സംബന്ധിക്കാം. ദൈവം അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയായി ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും സാക്ഷ്യക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ നിന്റെ മഹനീയമായ മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക. ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ
സതതമലട്ടുന്നു. മരണം വരുമരുതാളോർക്കുക മത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഈ പാപ്പനെ ഏറ്റവും അധികം സ്നേഹിക്കുകയും പാപ്പൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അമ്മച്ചിയോടുമുള്ള അനുശോചനം, ഈ സമൂഹത്തിന്റെ മുഴുവനും പേരിലുള്ള അനുശോചനം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മൾ ഉടനെ തന്നെ മൃതദേഹവും വഹിച്ചുകൊണ്ട് അവസ്ഥ നല്ലതായുള്ള ഈ അവസരത്തില് നമുക്ക് എത്രയും വേഗം ഈ യാത്ര, പള്ളിയിലേക്കുള്ള യാത്ര ഓർമ്മിപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. കഴിവില്ലാത്തോരൻ പാർപ്പിടമേ പ്രഭണയട്ടെ ഞാൻ അന്തിമയാത്ര. നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. എന്നുമെന്നേക്കും സകജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിലാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. വിടവാങ്ങും നീ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. നേരം നൽകിയ വസതി പരിശുദ്ധന്മാർ നാശോന്മുഖമായി നേടാനുതകും നിക്ഷേപങ്ങൾ സ്നേഹിതഗണമേ, യാത്രയിലോ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. നിന്റെ കരുണ
പ്രാർത്ഥന കേട്ടില്ല. സമയയുടെ പിടിയിലമർന്നു ഞാൻ. നാഥാനീകാരവലംബം മങ്ങിയുരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുതിൽ. ഇവളെന്നിൻ സ്വരമിടറി മിഴിനീർ തൂകി ഉണർത്തിച്ചു. ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയുരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെ വന്നരുകിൽ. സ്ഥിരമല്ലോ ഭുവനവും അതിനെ കാറ്റുകളും സ്നേഹമുള്ള ഫ്രാൻസിസ് അച്ഛ, ഈ പിതാവിൻ്റെ വേർപാടിലെ ദുഃഖിതയായിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചി, കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, വീട്ടിൽ വെച്ച് വികാരിയച്ഛൻ പറഞ്ഞു തുടങ്ങി ജീവിതത്തിൽ സുനിശ്ചിതമായ ഒരു കാര്യത്തിന് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ് എന്ന്. ജനിച്ചാല് മരിക്കണമെന്നുള്ള ഒരു വസ്തുത മാത്രമേ, ഒരു സത്യം മാത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുനിശ്ചിതമായിട്ടുള്ളൂ. മറ്റുള്ള കാര്യങ്ങളെല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നതേ ഉള്ളൂ. എന്ന് ജനിച്ചാലും അത് മരണം എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അത് സുനിശ്ചിതമാണ്. ജനിക്കുന്ന ഏതൊരു വ്യക്തിയും മരിക്കും. ഇന്ന് ഈ വന്ധ്യ പിതാവ് നമ്മോട് യാത്ര പറയുമ്പോൾ, ഈ വന്ധ്യപിതാവിനെ യാത്രയയക്കുവാനായിട്ട് നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുമ്പോൾ, നല്ലൊരു ഭർത്താവായി, ഒരു നല്ല പിതാവായി, മുത്തച്ഛനായി, നല്ല അയൽക്കാരനായി, നല്ലൊരു ഇടവകക്കാരനായി നമുക്കെല്ലാവർക്കും വേണ്ടി ജീവിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞ് പിതാവിന്റെ പക്കലേക്ക്
യാത്രയാകുന്ന ഈ വന്ധ്യപിതാവിന് നമുക്ക് പ്രാർത്ഥനകൾ ആശംസിക്കാം. നല്ല പ്രാർത്ഥനകളോടെ ഈ വന്ധ്യപിതാവിനെ നമുക്ക് സ്വർഗീയ പിതാവിന്റെ പക്കലേക്ക് യാത്ര അയക്കാം. വിശുദ്ധ മോനിക്ക തന്റെ മകനോട് പറഞ്ഞ കാര്യങ്ങള് ഫ്രാൻസിസ് അച്ഛനെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മരിച്ചാലും നിങ്ങൾ എവിടെ വേണമെങ്കിലും എന്നെ അടക്കിക്കൊള്ളുക, പക്ഷെ നീ ദേവാലയത്തിലായിരിക്കുമ്പോൾ, നീ ബലിപീഠത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കുവാൻ നീ മറക്കരുത് എന്ന്. നമുക്കെല്ലാവർക്കും ഈ പിതാവിനെ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, ആദരവോടെ പിതാവിന്റെ പക്കലേക്ക് യാത്ര അയക്കാം. ഫ്രാൻസിസ് അച്ഛൻ അംഗമായിരിക്കുന്ന സെന്റ് തോമസ് മിഷണറി സമൂഹത്തിന്റെ ജനറാളത്തിന്റെ പേരിലും സമൂഹത്തിലെ എല്ലാ വൈദികരുടെ പേരിലുമുള്ള അനുശോചനങ്ങളും പ്രാർത്ഥനകളും പ്രിയപ്പെട്ട അമ്മച്ചിയെയും മറ്റ് കുടുംബാംഗങ്ങളെയും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ പിതാവിന്റെ പേരിലും അവിടെ ജോലി ചെയ്യുന്ന മറ്റ് മിഷണറിമാരുടെ പേരിലുമുള്ള എല്ലാ അനുശോചനങ്ങളും പ്രാർത്ഥനകളും കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് അച്ഛനെയും അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ഈ വന്ധ്യപിതാവിനെ സ്വർഗീയ പിതാവിന്റെ പക്കലേക്ക് യാത്ര അയക്കാം. ഞാൻ സന്തോഷിച്ചു അണയുന്നീശോ ഹൃദയാമകിലക്കും ജീവനും അതുപോൽ ശരണവും അരുളീടാ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം, വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാരം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കവരുടെ ചിഹ്നം. അതിലുള്ളവരോ നാഥനു പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുത്. അഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താനിനുമേകം സുരനും ലോകായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. അതിമുതൽ നീക്കും ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ, നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർത്തുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും നിശ്ചിതാർത്ഥത്തോടുകൂടെ ഇയാളെ തന്റെ വലതു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഭൂതങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർണ്ണങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദാഹരണ മരിച്ചവരെ ഉയർപ്പിക്കണമേ. തുടർന്നാൽ
പിതാവിന്റെയും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനങ്ങളെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എന്നുള്ള നീ ഞങ്ങളെ മരണവിധേയനാക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നു. ദാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തോടിയിരിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാബലം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയവാദികളുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിന്നോടും ഞങ്ങൾ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ണമെന്ന് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മക്കളെയും പ്രിയപ്പെട്ട അമ്മച്ചിയെയും കൊച്ചുമക്കളെയും പിതാവിനെ അനുശോചനം അറിയിക്കുന്നു. അനുശോചനം അറിയിച്ച പിതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്ന് ഈ സംസ്കാര ശുശ്രൂഷയിൽ ഇവിടെ വന്ന് സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ 2 കൊറോണയിലെയും കൊറോണ വികാരിമാർ വന്നിട്ടുണ്ട്. MST സെമിനാരിയിലെ MST സഭയിലെ അച്ഛന്മാര് ഈ തൊമ്മനപ്പാപ്പന് അന്തിമോപചാരം അർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി വന്നിരിക്കുന്ന എല്ലാവർക്കും ചമ്പക്കര കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എന്റെ സഹോദരനെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് ആശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധമായ വിശ്രമങ്ങളും കപടം അത്ര മനോഹരമാകുന്നു. വിശുദ്ധമായിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പരിപുഷ്ടവും വിശുദ്ധൈര്യത്താൽ വിശുദ്ധവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ 2ാമത്തെ വാഹനം വരെ വിശ്രമം നൽകാനായി കപടം നീ ബഹുദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജനത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജനത്താൽ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. പൊടിയാവുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ചെയ്ത സ്ഥലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മുഖത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അതിന്റെ ദൈവത്തിന്റെ ന്യായത്തിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. മനുഷ്യ, നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഞാൻ പ്രകൃതിക്കും കരുണയുടെ നിർത്തണമേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയും ഉയരും നൽകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹായ്, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്നുദ്ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പൊറുതി കൊടുത്തവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിനെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ ഇന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിലക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ എന്റെ പാപങ്ങൾ എന്നും മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. ആദ്യം മുതൽ എന്നേക്കുവാമേ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചോർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായവുമായ ശബ്ദത്താൽ ആ സമയം അർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മാന്യമാന്യതയുടെ ദിവസത്തിന്റെ ദാസനെ വിളിക്കുകയും എന്നെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങളെ പോർക്കുന്നവനും കരുണ നിറഞ്ഞവനുമായ നീതിമാനുമായ ഒരു കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മൺവളഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ വിയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ട
വേർപെട്ടുപോയ മിശിഹയുടെ മൗലിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സ്വീകരിച്ച് അയാളെ ബഹുമാനിക്കുകയും ചെയ്ത് ഞങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയും നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാര്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കേറ്